നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വിശ്വാസത്തോടൊപ്പം വികസനം എന്ന സന്ദേശവുമായി പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം ഭക്തജന പങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാകുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലെ ആളൊഴിഞ്ഞ കസേരകളുടെ കാരണം എന്ത് എന്നതിൽ ഇപ്പോഴും ദേവസ്വം ബോർഡിനും സർക്കാരിനും കൃത്യമായ ഒരു വിശ്വാസയോഗ്യമായ ഒരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടി വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സ്ത്രീ പ്രാതിനിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് തുടരുന്നത്. ഒപ്പം നമുക്കറിയാം H1B വിസയിലെ അതുമായി ബന്ധപ്പെട്ട ഇന്നു മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഫലനം അത് ഉണ്ടാക്കിയിരിക്കുന്നു. സെൻസെക്സ് 450 പോയിന്റിലേറെ ഇടിഞ്ഞിരിക്കുന്നു. നിഫ്റ്റിയിലടക്കം നിഫ്റ്റി ഐ.ടിയിൽ 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സംരക്ഷണ സംഗമത്തിന് പന്തളത്ത് ശരണം വിളികളോടെ തുടക്കം. സമ്മേളനം തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. സംഗമം ഭക്തർ ഏറ്റെടുത്തതായും അതിന്റെ തെളിവാണ് ജനപങ്കാളിത്തമെന്നും PK കൃഷ്ണദാസ്. സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് UP മുഖ്യമന്ത്രിയുടെ ആശംസ എങ്ങനെ വന്നുവെന്ന് പരിശോധിക്കുമെന്നും കൃഷ്ണദാസ്. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണറുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കില്ല. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി. തുല്യത ഉറപ്പാക്കുന്നതും ഭേദഗതി വരുത്തുന്നതും റിപ്പോർട്ട് പരിശോധിച്ചെന്നും കോടതി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയിൽ ലീഗിനെതിരെ മേപ്പാടി പഞ്ചായത്തിന്റെ നോട്ടീസ്. തൃക്കൈപ്പറ്റിയിലെ ഭൂമിയിൽ ചട്ടവിരുദ്ധ നടപടി കണ്ടെത്തിയെന്നും 7 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും നോട്ടീസിൽ. പെർമിറ്റുകൾ എടുത്തത് ചട്ടങ്ങൾക്കും ഉത്തരവുകൾക്കും വിരുദ്ധമായെന്നും നോട്ടീസിൽ. H1B വിസ ഫീസ് വർധനവിൽ ഉലഞ്ഞ് ഓഹരി വിപണി. സെൻസെക്സിൽ 450 പോയിന്റിലേറെ ഇടിവ്. നിഫ്റ്റി 25,250 താഴെ. സ്വർണ്ണവില പവന് 320 രൂപ വർദ്ധിച്ച് 82,560 രൂപയായി. തിരുമലാനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത്. ആത്മഹത്യയിലേക്ക് നയിച്ചത് ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന കുറിപ്പിൽ. താനോ ഭരണസമിതിയോ ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നും എല്ലാം നേതാക്കൾ പരിശോധിക്കണമെന്നും കുറിപ്പിൽ. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി BJP സമരം അപഹാസ്യമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ലോകത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻ ഡിയോർ പുരസ്കാര പ്രഖ്യാപനം ഇന്ന്. പ്രഖ്യാപനം പാരീസിൽ. ഇന്ത്യൻ സമയം രാത്രി 11:30. PSG സ്ട്രൈക്കർ ഉസ്മാനെ ഡംബലെ സാധ്യതാ പട്ടികയിൽ മുന്നിൽ. പന്തളത്ത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് ശരണം വിളികളോടെ തുടക്കമായിരിക്കുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് നിലവിളക്ക് തെളിയിച്ചു. വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സംഭോജി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സെമിനാറിന് മുന്നോടിയായുള്ള പൊതുസഭ ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കുന്ന വിശ്വാസി സംരക്ഷണ സമ്മേളനം തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ ഉദ്ഘാടനം ചെയ്യും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കണ്ണൻ ദേവൻ ചേരുകയാണ്. കണ്ണൻ, ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിന് ഉള്ള ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം, ഭക്തജന പ്രാതിനിധ്യം തന്നെയാണ്. സ്ത്രീജനങ്ങളുടെ അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം അവിടെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ എന്തൊക്കെ നടപടികൾ പുരോഗമിക്കുന്നു? നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പ്രക്ഷോഭ കാലത്ത് പന്തളത്ത് നടന്ന വലിയ ഭക്തജന പ്രതിഷേധമൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പന്തളത്ത് നടക്കുന്ന ഈ ശബരിമല സംരക്ഷണ സംഗമവും ഉള്ളത്. വലിയ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. രാവിലെ മുതൽ തന്നെ വലിയ ജനപങ്കാളിത്തമാണ് ഈ സംഗമത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയമായി തന്നെയാണ് പ്പെടുക. വലിയ രീതിയിൽ സന്യാസി സമൂഹവും അതുപോലെ വിശ്വാസികളുമാണ് ഇവിടേക്ക് എത്തുന്നത്. വലിയ രീതിയിൽ ആരെയും പ്രചോദിപ്പിച്ചുകൊണ്ടല്ല ഇവിടേക്ക് എത്തുന്നത്. കാരണം ശബരിമലയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നവർ ഈ മഹാസംഗമത്തിലും പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഈ വിവിധ
വിദഗ്ധ ആളുകൾ പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരെയും പ്രലോഭിപ്പിക്കാതെ തന്നെ വിവിധ ഭാഗത്ത് നിന്നും ശബരിമലയുടെ വിശ്വാസ സംരക്ഷണം, വിശ്വാസത്തോടൊപ്പം വികസനം ഉണ്ടാകണമെന്ന ആശയം മുൻനിർത്തി അത് കാണുന്നവരാണ് ഇവിടേക്ക് കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രാവിലെ മുതൽ വലിയ ജനപങ്കാളിത്തമാണ് ഈ മഹാസംഗമത്തിൽ കാണുന്നത്. ശബരിമല തന്ത്രി ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ശബരിമല തന്ത്രിമാരെ അടക്കം ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ശബരിമല പ്രക്ഷോഭ കാലത്ത് ശബരിമലയിലെ മേൽശാന്തിയായിരുന്ന അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉൾപ്പെടെ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ മഠാധിപതിമാരും മറ്റ് സംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ ഈ സംഗമത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഏതായാലും ഉച്ച കഴിഞ്ഞ് നടക്കുന്ന പൊതുസമ്മേളനത്തിലും ഇത്തരത്തിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഉച്ച കഴിഞ്ഞ് അണ്ണാമലയാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. തേജസ്വി സൂര്യ ഉൾപ്പെടെയുള്ള വലിയ ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൻദേവാണ് വിവരങ്ങളുമായി ചേർന്നത്. ശബരിമല സംരക്ഷണ സംഗമം ഭക്തജനങ്ങൾ ഏറ്റെടുത്തതായും അതിന്റെ തെളിവാണ് ഇവിടെ കാണുന്ന ഈ ഭക്തജന പങ്കാളിത്തമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. അയ്യപ്പകോപം പിണറായിയുടെയും LDFിന്റെയും പിന്നാലെയുണ്ട് എന്നതിന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പരാജയം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുവെന്നും കൃഷ്ണദാസ് പറഞ്ഞു. അല്ല, ഇത് ഈ നമ്മുടെ പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം അത് വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തന്മാരുടെയും സംഗമമാണ്. പമ്പയിൽ നടന്നത് കപട രാഷ്ട്രീയ നാടക. അതിൽ കപട രാഷ്ട്രീയ നാടക വിശ്വാസികൾ അത് പരിപൂർണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ശബരിമല സംരക്ഷണ സംഗമത്തിന് വന്നവരെല്ലാം വിശ്വാസികളെന്നും ഇന്നത്തെ സംഗമമാണ് ശരിയായ സംഗമമെന്നും യോഗക്ഷേമ സഭാ സംസ്ഥാന അധ്യക്ഷൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി അയ്യപ്പനെ തള്ളിപ്പറയാൻ പാടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ സംഘമാണ് ശരിയായ സംഗമം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ എല്ലാവരും പൂജാരിമാരും തന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ വിശ്വസിക്കേണ്ടത് അയ്യപ്പനാണ് ഏറ്റവും മുമ്പിലുള്ളത്. അതായത് മതമേലധ്യക്ഷന്മാരോ തന്ത്രിമാരോ മന്ത്രിമാരോ ഒന്നും അല്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ ഭഗവാന്റെ സങ്കല്പത്തെ നമ്മൾ വില കുറച്ച് കാണുക. ചില മന്ത്രിമാർ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് അയ്യപ്പനെ തള്ളി പറയാൻ പാടില്ല. അതിന് പറയുന്നത് അവർക്ക് ഭയങ്കര ശാപമായിരിക്കും എന്നായിരിക്കും. അതുകൊണ്ട് ഈശ്വരനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സംഗതി വിജയിക്കില്ല. പന്തളത്ത് നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ആരെയും പ്രലോഭിപ്പിച്ച് പങ്കെടുപ്പിച്ചിട്ടില്ലെന്ന് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വചസ്പതി. ശബരിമലയുടെ സംരക്ഷണത്തിനായി കഴിഞ്ഞ കാലങ്ങളിൽ തെരുവിലിറങ്ങിയവർക്ക് ശബരിമല സംരക്ഷിക്കപ്പെടണമെന്നത് സ്വാഭാവികമായി തോന്നുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് സ്വാഭാവികമായി ഉണ്ടാകിയ ഒരു ജനസംഗമമാണിത്. മറ്റേത് സർക്കാരിനെ പേടിച്ചും ഭയന്നും പ്രലോഭിപ്പിച്ചും കൊണ്ടുവന്നവരുടെ സംഗമവും ഇത് യഥാർത്ഥ അയ്യപ്പന്മാരുടെ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് നിങ്ങളെ കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞ കസേരകൾ അവിടെ കാണേണ്ടി വന്നത്. സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രി ഒഴിവാക്കണമെന്ന ഗവർണറുടെ ഹർജി അടിയന്തരമായി പരിഗണിക്കാതെ സുപ്രീം കോടതി. കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ ആലോചിക്കാമെന്ന് രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി. തുല്യത ഉറപ്പാക്കുന്നതും ഭേദഗതി വരുത്തുന്നതും റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കുമെന്നും കോടതി പറഞ്ഞു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമന കാര്യത്തിലാണ് മുൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയയെ അധ്യക്ഷനാക്കി സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകിയത്. ഇതിനിടെയാണ് VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് അടിയന്തര ഇടപെടൽ വേണ്ട എന്ന നിലപാടിലേക്ക് സുപ്രീം കോടതി എത്തിയത്. ധൂലിയയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയാകാം എന്നുള്ളതാണ് സുപ്രീം കോടതി നിലപാട്. ആരാണ് വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന്റെ അധികാരി എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കൂടിയാലോചിച്ചാണോ തീരുമാനമെടുക്കേണ്ടതെന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി പറഞ്ഞു. അതേസമയം ഈ ഘട്ടത്തിൽ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നും സെർച്ച് കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. ഇരു കൂട്ടർക്കും തുല്യത ഉറപ്പാക്കുമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിൽ ഭേദഗതി വരുത്താമെന്നും
കോടതി പറയുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 18-നാണ് VC നിയമന തർക്കത്തിൽ മുൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിക്ക് സുപ്രീം കോടതി രൂപം നൽകിയത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ 2 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കാനാണ് സെർച്ച് കമ്മിറ്റിക്ക് നിർദ്ദേശം. കൂടാതെ നടപടികളുടെ പുരോഗതി കോടതിയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തിരുവനന്തപുരം തിരുമല വാർഡ് കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്ത്. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന കുറിപ്പിലുണ്ട്. തിരിച്ചുപിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. താനോ ഭരണസമിതിയോ ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നും എല്ലാം നേതാക്കൾ പരിശോധിക്കണമെന്നും ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. മാനസികമായ സമ്മർദ്ദമുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തെയോ പ്രവർത്തകരെയോ ഹനിച്ചിട്ടില്ല. സഹകരണ കൗൺസിലർമാർ സഹകരിച്ചു. കുടുംബത്തെ വേട്ടയാടരുത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചിട്ടും പല കാരണത്താൽ അവരുടെ തിരിച്ചടവ് വൈകുന്നുവെന്നും കത്തിൽ പറയുന്നു. തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വരുന്നത് ഗൗരവമുള്ള വാർത്തകളെന്ന് മന്ത്രി വി ശിവൻകുട്ടി. താൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചുവെന്നാണ് കുറിപ്പിലുള്ളത്. സർക്കാരിനെയും CPM-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് BJP നടത്തുന്ന സമരം അപഹാസ്യമാണെന്നും മന്ത്രി പറഞ്ഞു. അനിലിന്റെ ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJP-ക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. മാധ്യമപ്രവർത്തകയോട് വളരെ തരം താഴ്ന്ന പ്രയോഗമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. അതിന് അദ്ദേഹം പരസ്യമായി മാപ്പ് പറയണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ വിശ്വസിച്ചവർ തന്നെ, അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന തന്റെ അടുപ്പക്കാർ തന്നെ ചതിച്ചു എന്നുള്ള നിലയിലാണ് ആ കുറിപ്പ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വരികളെന്ന് പറയുന്നത്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റു നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കുവാൻ കാലതാമസം ഉണ്ടാക്കി. ഇതാണ് അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ പോലീസ് ഭീഷണി മൂലമെന്ന ആരോപണം ഉന്നയിച്ച് BJP പ്രതിഷേധം. തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന നമ്മുടെ ആളുകൾ എന്നത് BJP-ക്കാർ ആകണമെന്നില്ലല്ലോ എന്ന് V. മുരളീധരൻ പറഞ്ഞു. BJP-ക്കാർ എന്നാക്കുന്നത് AKG സെന്ററിൽ നിന്നുള്ള ക്യാപ്സൂൾ മാത്രമാണ്. മന്ത്രി V. ശിവൻകുട്ടിയുടെ പരാമർശത്തിന് മറുപടി നൽകാൻ കഴിയില്ലെന്നും BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം വൈകാരികപരമായിരുന്നുവെന്നും V. മുരളീധരൻ പറഞ്ഞു. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ആശങ്കയായി US ഏർപ്പെടുത്തിയ പുതിയ H-1B ഫീസ് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിലായി. പുതിയ അപേക്ഷകർക്ക് $1,00,000, അതായത് ഇന്ത്യൻ രൂപയിൽ 88 ലക്ഷം രൂപയാണ് പുതുക്കിയ ഫീസായി ചുമത്തിയിരിക്കുന്നത്. ട്രംപിന്റെ നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. നിലവിലെ H-1B വിസകൾക്ക് ഇത് ബാധകമല്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ ട്രംപ് നയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി US ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തി. ട്രംപ് ഭരണകൂടവുമായി ചർച്ചകൾ നടത്തുമെന്നും ചേംബർ അറിയിച്ചു. ഒറ്റത്തവണ ഫീസാണെന്നും നിലവിൽ വിസയുള്ളവരെ ബാധിക്കില്ലെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി വിശദീകരണക്കുറിപ്പ് ഇറക്കിയെങ്കിലും അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ ഉദ്യോഗാർത്ഥികളും ആശങ്കയിലാണ്. പുതിയ നീക്കം അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന വൈറ്റ് ഹൌസ് അവകാശവാദത്തിനെതിരെയും വിമർശനം ശക്തമാണ്. തദ്ദേശീയരായ പൗരന്മാർക്ക് തൊഴിൽ സ്ഥിരത ഉറപ്പാക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി ട്രംപ് ഭരണകൂടം നിരവധി നടപടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കുടിയേറ്റം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ H-1B വിസയ്ക്കുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അതേസമയം അമേരിക്കൻ നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ ഇന്ത്യ തുടർ നടപടികൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് നിരക്ക് വർധനവ് ബാധകമാവുകയെങ്കിലും വലിയൊരു ശതമാനം ഇന്ത്യൻ സമൂഹത്തെ വർധനവ് ബാധിക്കുമെന്നുറപ്പാണ്. അമേരിക്കയിലെ വിവരസാങ്കേതിക മേഖലയിൽ കൂടുതലായി ജോലി ചെയ്യുന്നത് ഇന്ത്യൻ യുവാക്കളാണ്. ഈയിടെ അമേരിക്ക അനുവദിച്ച വീസകളിൽ 73% ഇന്ത്യൻ പൗരന്മാർക്കാണ്. നിലവിലെ കണക്ക് പ്രകാരം അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ 3 ലക്ഷത്തോളം വൈദഗ്ധ്യമുള്ള ഇന്ത്യൻ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
അധിക തീരുവ H-1B വിസ നിരക്ക് തുടങ്ങിയ പ്രതിസന്ധികൾക്കിടെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിൽ അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുമായി ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാറുകൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തും. വാണിജ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പീയൂഷ് ഗോയലിനൊപ്പമുണ്ട്. വ്യാപാര പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയുടെ തുടർച്ചയായാണ് പീയൂഷ് ഗോയലിന്റെ അമേരിക്ക സന്ദർശനം. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ സുഗമമാക്കാൻ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധിക തീരുവ ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ഇന്ത്യ അമേരിക്ക മന്ത്രിതല ചർച്ച നടക്കുന്നത്. അതേസമയം പുതിയ വിസ നയത്തിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി നേരിട്ട് അമേരിക്കയെ അറിയിക്കും. GST പരിഷ്കരണത്തിന്റെ ആദ്യ ദിനത്തിൽ ഓഹരി വിപണിയിൽ ഇടിവ്. ഒരു ഘട്ടത്തിൽ സെൻസെക്സ് 450 പോയിന്റിൽ കൂടുതൽ താഴ്ന്നു. നിഫ്റ്റിയിൽ 25,250 താഴെയെത്തി. അമേരിക്ക H-1B വിസയുടെ ഫീസ് $1 ലക്ഷം ഉയർത്തിയത് വൻകിട മിഡ് ക്യാപ് IT ഓഹരികളെ തളർത്തി. IT ഓഹരികളുടെ വിൽപ്പന സമ്മർദ്ദമാണ് സൂചികകളായ നിഫ്റ്റി, സെൻസെക്സ് എന്നിവയിലും പ്രതിഫലിച്ചത്. TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക് മഹീന്ദ്ര, കൊഫോജ് തുടങ്ങിയ വൻകിട IT കമ്പനികളുടെ ഓഹരികൾ തുടക്കത്തിൽ തന്നെ 6% വരെ ഇടിവ് നേരിട്ടു. സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുകയാണ്. ഇന്ന് പവന് 320 രൂപ വർദ്ധിച്ച് 82,560 രൂപയായി. ഗ്രാമിന് 40 രൂപയാണ് കൂടിയത്. 10,320 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം ആദ്യം 74,640 രൂപയായിരുന്നു സംസ്ഥാനത്ത് സ്വർണത്തിന്റെ വില. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയിൽ ലീഗിനെതിരെ മേപ്പാടി പഞ്ചായത്തിന്റെ നോട്ടീസ്. സാദിഖലി തങ്ങൾക്കാണ് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് അയച്ചിരിക്കുന്നത്. തൃക്കൈപ്പറ്റയിലെ ഭൂമിയിൽ ചട്ടവിരുദ്ധ നടപടി കണ്ടെത്തിയെന്നും 7 ദിവസത്തിനകം കാരണം ബോധിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. പെർമിറ്റുകൾ എടുത്തത് ചട്ടങ്ങൾക്കും ഉത്തരവുകൾക്കും വിരുദ്ധമായിട്ടാണെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. നാടിന്റെ വികസന പ്രക്രിയയിൽ പ്രതിപക്ഷ കക്ഷികളും പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിൽ പ്രത്യേക അജണ്ടയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും നാടിന്റെ വികസനത്തിന് ഒരുമിച്ച് നിൽക്കണം. ചില രാഷ്ട്രീയ കക്ഷികൾ ഈ മനോഭാവം കാണിക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യമാകെ ശ്രദ്ധിക്കത്തക്ക രീതിയിൽ ജനകീയ ആസൂത്രണം നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു. ആസൂത്രണ പ്രക്രിയയുടെ വിപ്ലവകരമായ മാറ്റമാണ് അതിലൂടെ സംഭവിച്ചത്. തൃശൂർ പാലിയേക്കര ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇടക്കാല ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിലെ ഉത്തരവ് ഹൈക്കോടതി മാറ്റിവെച്ചു. ഹർജികൾ വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. അതേസമയം കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ സംഭവം കോടതി പരാമർശിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് 1 മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. സർവീസ് റോഡുകളിലടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം മുരിങ്ങൂരിൽ കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് ഇടിഞ്ഞു വീണ സംഭവം കോടതി പരാമർശിച്ചു. താൽക്കാലിക പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സ്ഥിരം പരിഹാര മാർഗം ഉടൻ സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി അറിയിച്ചു. ജനങ്ങളുടെയും യാത്രക്കാരുടെയും കോടതിന് കണ്ണിൽ പൊടിയിടുന്ന തട്ടിക്കൂട്ട് പണി ചെയ്തിട്ട് ഇവർക്ക് ടോൾ പിരിക്കാൻ സാധിക്കില്ല. അത് കോടതി അസന്നിഗ്ധമായി പറഞ്ഞു. അതേസമയം യാത്രാക്കുരുക്ക് വർദ്ധിച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രികർ. മണിക്കൂറുകൾ എടുത്താണ് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കുള്ളതിനാൽ ജനരോഷം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ ചാവക്കാട് എടക്കഴിയൂരിൽ മദ്രസ അധ്യാപകൻ 9 വയസ്സുകാരിയെ മർദ്ദിച്ചതായി പരാതി. ക്ലാസ്സിൽ കുട്ടികൾ വഴക്ക് കൂടിയെന്ന് പറഞ്ഞാണ് സംഭവത്തിൽ ഉൾപ്പെടാത്ത കുട്ടിയെ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് പറയുന്നു. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുക്കുന്നില്ല. ഈ മാസം 13-നാണ് കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നും പരാതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയെന്നും നൂർജഹാൻ പറഞ്ഞു. പരാതിയുമായി മുന്നോട്ട് പോയാൽ മഹലിൽ ജീവിക്കാനാകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ പറഞ്ഞു. പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുക്കുന്നില്ലെന്ന് നൂർജഹാൻ ആരോപിച്ചു. ചാവക്കാട് എടക്കഴിയൂർ സ്വദേശി നൂർജഹാന്റെ മകൾക്കാണ് മർദ്ദനമേറ്റത്.
ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയതായി കുട്ടിയുടെ മാതാവ് പറഞ്ഞു. ഈ മാസം 13-നാണ് കുട്ടിക്ക് മർദ്ദനമേറ്റതെന്നും പരാതി നൽകരുതെന്നാവശ്യപ്പെട്ട മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ എത്തിയെന്നും പരാതിയുമായി മുന്നോട്ടു പോയാൽ മഹലിൽ ജീവിക്കാനാവില്ലെന്നും ഭീഷണിപ്പെടുത്തിയതായും നൂർജഹാൻ ആരോപിച്ചു. ഞങ്ങൾ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ എന്റെ കുട്ടിക്ക് ഉണ്ടായ ഒരു സംഭവം ഇനി ഒരു കുട്ടിക്ക് വരാൻ പാടില്ല. അതിന്റെ പേരിൽ ആ ഉസ്താദ് ഇനി ആ മദ്രസയിൽ ഉണ്ടാവാൻ പാടില്ല. വ്യക്തമായിട്ട് എന്റെ മോൾക്ക് നല്ലൊരു നീതി ഞങ്ങൾക്ക് കിട്ടണം. സംഭവത്തിൽ പരാതി നൽകിയിട്ടും ചാവക്കാട് പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി തിരുവല്ല അമൃത വിദ്യാലയത്തിലെ ഡ്രൈവർമാർ. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്ര പരിസരത്തു നിന്നാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിലെ മുഴുവൻ ഡ്രൈവർമാരും ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച യജ്ഞത്തിൽ പങ്കാളികളായി. ജിത്തു ജോസഫ് സംവിധായകനായ മോഹൻലാൽ ചിത്രം ദൃശ്യം 3 സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ തുടങ്ങി. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം മോഹൻലാൽ അഭിനയിക്കുന്ന ആദ്യ ചിത്രമാണിത്. ചിത്രം പ്രേക്ഷകർ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി മോഹൻലാൽ പറഞ്ഞു. ദൃശ്യത്തിന് 4ാം ഭാഗവും ഉണ്ടാകുമെന്ന് ആന്റണി പെരുമ്പാവൂർ വ്യക്തമാക്കി. തൃപ്പൂണിത്തുറ പൂത്തോട്ടയിലാണ് ദൃശ്യം 3യുടെ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഫസ്റ്റ് ക്ലാപ്പ് ചെയ്തു. ആദ്യ 2 ഭാഗങ്ങൾ സ്വീകരിച്ചതുപോലെ 3ാം ഭാഗവും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് മോഹൻലാൽ പറഞ്ഞു. ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണമെന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണമെന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ടു നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിരുകടന്ന പ്രതീക്ഷയോടെ ദൃശ്യം 3 സിനിമയെ കാണണ്ട എന്നായിരുന്നു സംവിധായകന്റെ പ്രതികരണം. ഇതൊരു ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയിൽ വന്ന് ഈ സിനിമ കാണുക. ഇതൊരു നല്ല സിനിമയായിരിക്കും. അമിത പ്രതീക്ഷകൾ ഇല്ലാതെ വരിക. 55 ദിവസം കൊണ്ട് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് നിലവിലെ പ്ലാൻ. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് 3ാം ഭാഗം പറയുന്നത്. അതേസമയം ദൃശ്യത്തിന്റെ 4ാം ഭാഗം ഉണ്ടാകുമെന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ലോകത്തെമ്പാടുമുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3. തുടരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് തുടരണം. കാരണം അത് അങ്ങനെ തന്നെയാണ്. അതിൻ്റെ 4ാം ഭാഗവും ഉണ്ടാകണം എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും 4ാം ഭാഗം ഉണ്ടാകും. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു 2ാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് നിരവധി ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. 3ാം ഭാഗത്തിനും ആകാംക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ഫറൂഖ് പാലത്തിന്റെ അറ്റകുറ്റപ്പണിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടി BJP പ്രവർത്തകർ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. പാലം അറ്റകുറ്റപ്പണിയിലെ അഴിമതി ചൂണ്ടിക്കാട്ടി വിജിലൻസിന് പരാതി നൽകുമെന്ന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു. ഗുജറാത്ത് തീരത്ത് കപ്പലിന് തീപിടിച്ചു. ജാംനഗർ ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയുടെ കപ്പലിനാണ് തീപിടിച്ചത്. സൊമാലിയയിലേക്ക് അരിയും പഞ്ചസാരയുമായി പോവുകയായിരുന്നു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. ആളപായമില്ല, യാത്രക്കാർ സുരക്ഷിതരാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. തീപിടിച്ച ഉടൻ തന്നെ കപ്പൽ ഉൾക്കടലിലേക്ക് മാറ്റി. വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. 950 ടൺ അരിയും 100 ടൺ പഞ്ചസാരയുമാണ് കപ്പലിൽ ഉള്ളത്. ലോകത്തെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയൂർ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 11:30 പ്രഖ്യാപനം. യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ടീമിന്റെ സ്ട്രൈക്കർ ഉസ്മാനെ ഡംബലെയാണ് സാധ്യതാ പട്ടികയിൽ മുന്നിൽ. സീസണിൽ ടീമിനായി 35 ഗോളാണ് ഫ്രഞ്ച് താരം നേടിയത്. ബാഴ്സലോണയുടെ ടീനേജ് താരം ലാമിൻ യമാലാണ് സാധ്യതയുള്ള മറ്റൊരു താരം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.